അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ
അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ ജീവിക്കുക വയലിലെ ചെടി പോലെ വളരാനാണ് നമ്മൾ ഇന്നലെ ഈശോ പറഞ്ഞത്. പക്ഷേ അങ്ങനെ വളരുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, അഭിമാനത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. അതാ വചനത്തിലുണ്ട്. 16:8 വായിച്ച എസെക്കിയേലിന്റെ, ഞാൻ വീണ്ടും ആ ദൈവം വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നുപോയി നിന്നെ നോക്കി നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരണത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അഭിമാനത്തോടെ ജീവിക്കാനും ജീവിതത്തിൻ്റെ കർമ്മവും ദൗത്യവും പൂർത്തീകരിക്കാൻ ആവശ്യമായതെല്ലാമാണ് ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലൂടെ ദൈവം നമുക്ക് നൽകണത്. അത് എപ്പോഴും എൻ്റെ മക്കൾ വിചാരിക്കണേ, എന്തിനാ ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വന്തമാകാനും, സ്വന്തമായി അഭിമാനത്തോടെ ജീവിക്കാനും, മനുഷ്യന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഇടമാണ് നമുക്ക് ഉടമ്പടി തരണത്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് 4-മതൊരു പ്രാവശ്യം കൂടെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും എല്ലാവരുടെ മുമ്പിൽ ഞാൻ സന്തോഷപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ പേര് മരിയ തങ്കം. ഇതെൻ്റെ മകനാണ് അഖിൽ ഡേവിഡ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽ വ്ളാത്താങ്കര സ്വർഗാരോപിത മാതാ ഫറോന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കെൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇപ്പോൾ പറയുന്നത്, എനിക്ക് 32 വർഷം കൊണ്ട് എൻ്റെ 2 കാൽപാദങ്ങളിലും എക്സിമോ പോലുള്ള ചൊറിഞ്ഞു പൊട്ടൽ നീരൊലിച്ച് വളരെ അസഹനീയമായി, വളരെ ദുസ്സഹനീയമായ വേദന അനുഭവിക്കുകയായിരുന്നു. എപ്പോഴും ഡോക്ടറെ കണ്ട് ഹൈഡോസ് മരുന്നുകളൊക്കെ കഴിച്ച് അപ്പോൾ 2 ദിവസത്തേക്കൊരു പ്രയാസം മാറി നിൽക്കും, വീണ്ടും പഴയ വഴി തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ക്യാൻസർ രോഗത്തിന് കീഴടങ്ങേണ്ടി വരികയും അങ്ങനെ എനിക്ക് ഈശോയും അമ്മയും നല്ല സൗഖ്യം തന്ന് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വരുമ്പോഴും ഈ ഹൈഡോസ് മരുന്ന് കഴിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. അവസാനം ഈ രോഗം കയറി മൂർധന്യ അവസ്ഥയിലായി. യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഒരിടവും പറ്റുന്നില്ല, വളരെ നീറ്റലാണ്. ഈ നീറ്റൽ കൊണ്ട് ഞാൻ റോഡെ ഇറങ്ങി ഓടി, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, മാതാവേ, എനിക്ക് സാക്ഷ്യം പറയുവാനായിട്ടൊരു അവസരം ഒരുക്കി തരണം. പെട്ടെന്ന് ഈ രോഗത്തിൽ നിന്ന് എനിക്ക് ഇനി ഒരിക്കലും ഈ രോഗം ഉണ്ടാകരുത് എന്ന് ഞാൻ കരഞ്ഞ്, എൻ്റെ ഇടവക വെച്ച് തന്നെയാണ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് ഞാനിങ്ങനെ റോഡെ ഓടെയാണ്, ഞാൻ വീട്ടിലേക്ക് പോകുന്നത് എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല. ആ സമയത്ത് മാതാവ് ഒരു ബോട്ടിൽ, നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുവായ ഒരു ബോട്ടിൽ ഉപ്പ് വച്ച് നീട്ടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പും ഉടമ്പടിയിലൂടെയുള്ള തേനും ഉടമ്പടി തൈലവും ഞാൻ ശരീരത്തും ഉള്ളിലും സേവിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഉപ്പ് എന്ന് ചോദിച്ചു. ഈ വളരെ ദുസ്സഹനീയമായ ആ 2 കാലുകളിലും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉപ്പ് വാരിയിടും, എന്നിട്ട് ഒരു മാറ്റവുമില്ല. അപ്പോൾ എനിക്ക് തോന്നി, മാതാവ് ഉപ്പ് തന്നത് വെള്ളത്തിൽ ലയിച്ചിട്ട് അലിയിച്ച് കാലിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഉപ്പ് ഞാൻ ലേശം കുളി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ 2 കാലിലും ഈ ഉപ്പ് ഞാനെടുത്ത് അങ്ങ് ഒഴിക്കുമായിരുന്നു, അലിയിച്ച ഉപ്പ്. 4 ദിവസം ഞാൻ ഈ ഉപ്പ് ഉപയോഗിച്ചു. 5ൻ്റെ അന്ന് എനിക്കൊരു ചൊറിച്ചിലും ഇല്ല. അവിടെ എല്ലാം പതുക്കെ സൗഖ്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി.
എന്നിട്ടും ഞാൻ ഈ ഉപ്പ്, ആ ഒരു ബോട്ടിൽ ഉപ്പും തീരുന്നത് വരെ ഞാൻ ഉപയോഗിക്കുകയും എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല കാലിൽ. ഓട്ടം തന്നെയാണ് ഞാൻ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ ഓട്ടം തന്നെയാണ്, ഒരു കുഴപ്പവുമില്ല. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. രണ്ടാമത് എനിക്ക് കിട്ടിയ ഈ ഉടമ്പടി ജീവിതത്തിലെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അതിർത്തിയിൽ തന്നെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ ഈ അതിരിൻ്റെ 2 വശവും കുത്തനെയുള്ള താഴ്ചയുള്ള സ്ഥലമാണ്. വലിയ കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ ഈ മരം വന്ന് വീഴുന്നത് ഞങ്ങളുടെ വീടിന് മുകളിലൂടെ ആയിരിക്കും. വളരെയധികം ഭയമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ആ ഉടമസ്ഥരോട് വിളിച്ച് പറയുമായിരുന്നു, ഈ മരം ഒന്ന് മുറിച്ച് തരാനായിട്ട് സാധിക്കുമോ? നമുക്ക് തർക്കമില്ല, പ്രശ്നമില്ല, നിങ്ങളുടേത് തന്നെയാണ് മരം, നിങ്ങൾക്കൊന്ന് മുറിച്ച് മാറ്റാമോ? നാളെ ഒരു സമയം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നാട് നിങ്ങളെ ഇട്ടിരിക്കില്ല, അതുകൊണ്ട് അതൊന്ന് മുറിച്ച് മാറ്റി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ ആ സ്ഥലവും വീടും കൂടെ തരികയാണെങ്കിൽ ഞാൻ എടുക്കാം. പിന്നെ ഫോൺ ചെയ്താലും എടുക്കത്തില്ല. 5 വർഷം ഞാനിങ്ങനെ കൂടെ ഫോൺ ചെയ്യും, അയാൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അവസാനം ഒരു ദിവസം ഞാൻ മാതാവിനോട് തന്നെയാണ് ഒരു വൈകിയ നിമിഷം ഞാൻ ചോദിച്ചു, അമ്മേ, ഒരു വലിയ പ്രതിസന്ധി എന്തെങ്കിലും വന്ന് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയാൽ അതിന് മാതാവ് തന്നെയാണ് അതിൻ്റെ പരിരക്ഷ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കേണ്ടത്. എനിക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ ഈ പ്രശ്നം തരികയാണ്, അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി ഉപ്പ് ആ മരത്തിൻ്റെ ചുവട്ടിൽ, ആരും കണ്ടില്ല, ഞാനും എൻ്റെ മകനുമായിട്ട് ഉപ്പ് കൊണ്ട് ഇടുകയും ചെയ്തു. 5-ാമത്തെ ദിവസമായപ്പോൾ ഒരു 9:30 സമയം വൈകുന്നേരം ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോൾ വന്നു. ഞാൻ എടുത്തു. ആരാണ്? അപ്പോൾ ഞാൻ ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി വൈകിട്ട്? അപ്പോൾ പറയുന്നു, ചേച്ചി, ഞങ്ങൾ നാളെ രാവിലെ മരം മുറിക്കാൻ വരും, ചേച്ചി വീട്ടിൽ കാണുമോ എന്ന്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ കാണും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, അവർ ബന്ധക്കോസ്ത് സഹോദരങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയോട് ഞാൻ ഈ വിഷയം കൊടുത്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയാണ്, ആഹാ, അങ്ങനെയാണോ എന്ന്. അപ്പോൾ എനിക്കതും വലിയ സന്തോഷമായി. മരം മുറിക്കാൻ രാവിലെ വന്നു, ഞാൻ സ്നേഹപൂർവ്വം അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തു. സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു, അവർ മുറിച്ചിട്ട് പോവുകയും ചെയ്തു. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ നന്ദി അറിയിക്കുകയാണ്. മറ്റൊന്ന്, എൻ്റെ ബാങ്കിൽ എനിക്കൊരു ചെറിയ ബാധ്യതയുണ്ടായിരുന്നു. എല്ലാ മാസവും 1-ാം തീയതി മാത്രമേ എനിക്ക് ആ ലോണ് അടയ്ക്കാനായിട്ട് സാധിക്കൂ. എന്നാൽ ബാങ്കിൽ 20-ാം തീയതി തന്നെ അടയ്ക്കണം, എനിക്ക് സാധിക്കില്ല. അവസാനം ഇങ്ങനെയുള്ള ഒരു വലിയ പെൻഡിങ് തുക ഇങ്ങനെ വരികയുണ്ടായി. ഈ തുകയ്ക്ക് വേണ്ടിയിട്ട്, ചെറിയ തുകയേ ഉള്ളൂ, എല്ലാ ദിവസവും ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് വരും. ഞാൻ എവിടെ പോയാലും അവിടെ ഫോൺ ചെയ്ത് ഇങ്ങനെ ഭയങ്കര ശല്യമായി തീർന്നു. ഞാൻ പറഞ്ഞു, ഇത്രയും തുകയ്ക്ക് നിങ്ങളിങ്ങനെ വീടുകളിൽ എന്നും കയറി ഓടണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ചുമതലയല്ലേ, ഞങ്ങളുടെ ധർമ്മമല്ലേ, ഞങ്ങൾക്കത് ചെയ്തേ മതിയാകുമെന്ന്. പ്രൈവറ്റ് ബാങ്കുകളാണ്, അവരതുകൊണ്ട് ഓടും, കുഴപ്പമില്ല. പക്ഷേ ഈ ലോണ് തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ഇത് അടയ്ക്കാൻ വേണ്ടി പലരെയും സമീപിച്ചു, ആരും തന്നെ സഹായിക്കാൻ തയ്യാറായില്ല. അവസാനം അവർ 2-3 ദിവസം എനിക്ക് ടൈം തന്നു. ഈ സമയത്ത് ഞാൻ പലരോടും ആവശ്യപ്പെട്ടു, കിട്ടിയില്ല. ആ ഡേറ്റിൻ്റെ അന്ന് ബാങ്കിലെ മാനേജർ എന്നെ വിളിച്ചിട്ട് വൈകുന്നേരം വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്ത് പറ്റി, നിങ്ങൾക്ക് പൈസ കിട്ടിയോ? ഞാൻ പറഞ്ഞു, മാനേജറിന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഈ സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരും ചിലപ്പോൾ ഉണ്ടാകില്ല, എൻ്റെ ഈശോയ്ക്ക് അമ്മയ്ക്ക് മാത്രമേ സഹായിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം എനിക്ക് പറ്റില്ല മാഡം, എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തു തരാൻ പറഞ്ഞു. ഉടനെ അവർ സന്തോഷത്തോട്, ഞാൻ പറഞ്ഞു, എന്നെ ഒരു 100 വഴക്കെങ്കിലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിച്ചതെന്നാണ് ഞാൻ കരുതിയത്. അവർ സന്തോഷത്തോടെ പറയുകയാണ്, മോളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും അഡ്വാൻസ് ചെയ്യാമെന്ന്, 1-ാം തീയതി ആകുമ്പോൾ പൈസ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ എന്നും നന്ദി. 1, 2, 3 സാക്ഷ്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞപ്പോഴും അതിനെല്ലാം ഞാൻ ഇന്നും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈശോ അമ്മ ലോകത്തിന് കൈമാറിക്കൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവർ ഇന്നും അത് കൃത്യമായിട്ട് മെനഞ്ഞെന്നായിരുന്നു അവർ വീണ്ടും അഡ്വാൻസ് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്. 1-ാം തീയതി ആകുമ്പോൾ ഞാനും എൻ്റെ മകനും കൂടെ അവരുടെ വീട്ടിൽ പാറശാല കൊണ്ടുപോയിട്ട് ഈ ക്യാഷ് അങ്ങ് കൊടുക്കും. എന്നെ വളരെയധികം എനിക്ക് സന്തോഷം നൽകിയ ഒരു അവസരമായിരുന്നു ഇത്. മറ്റൊന്ന്, ഞാൻ ചെയ്യുന്ന ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ
അമ്മയെ വളരെയധികം ആശ്രയിച്ച് ജീവിക്കുകയാണ്. ഈ ജീവിത ക്ലേശങ്ങളിൽ എന്നെ ഒത്തിരിയേറെ അമ്മ സഹായിക്കുന്നത് ഒരു കൈ നീട്ടി ഒരു വഴി എനിക്ക് തുറന്നു തന്നുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. അതിനുദാഹരണം എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മുടെ കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നയിക്കുന്ന മരിയൻ ഉടമ്പടി ധ്യാന ശുശ്രൂഷ കണ്ടിട്ട് അടുത്ത തിങ്കൾ വരെ എല്ലാ ദിവസവും ഈ സെയിം ധ്യാനം ഞാൻ കേൾക്കും. എല്ലാ ദിവസവും കേട്ട് ധ്യാനത്തിലൂടെ എനിക്ക് തീക്ഷ്ണതയിലൂടെ വളരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതെനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളർച്ചയാണ് കിട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു സ്കൂൾ ഓഫ് ഡാൻസ് അല്ല, സ്കൂൾ ഓഫ് മ്യൂസിക്കും അല്ല, ഇതൊരു സ്കൂൾ ഓഫ് ഗോഡാണ്. അപ്പോൾ ഈ സ്കൂൾ ഓഫ് ഗോഡിലൂടെ എനിക്ക് ഒത്തിരിയേറെ എൻ്റെ പുറമേയുള്ള രംഗങ്ങളിലും എൻ്റെ ഇൻറ്റേർണൽ രംഗങ്ങളിലും എക്സ്റ്റേണൽ രംഗങ്ങളിലും എന്നെ ഒത്തിരിയേറെ കൈപിടിച്ച് സ്വാധീനിക്കുകയാണ്. ഈ വളർച്ചയെന്ന് പറയുമ്പോൾ ഏത് വചനം കേട്ടാലും, അതായത് ഈ ധ്യാനങ്ങളിലൂടെ കേട്ട് ഒരു എല്ലാ വചനവും ഞാൻ എന്നെ ശരിക്കും ഫീൽ ചെയ്യുന്ന വചനങ്ങളെല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി സൂക്ഷിച്ച് കാണാതെ പഠിക്കാം. അന്ന് തന്നെ എല്ലാ ദിവസവും ഒരു 150 പരം വചനങ്ങൾ ഞാൻ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ എടുത്ത് പറയും. പറഞ്ഞില്ലെങ്കിൽ പിന്നെ അന്ന് എനിക്ക് ഉറക്കമില്ല, ഊണില്ല, ഒരിടവും പോകാനായിട്ട് സാധിക്കില്ല. അത്രയും ശക്തിയാണ് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. അതിനും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഞാനിങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കും. ആരാണെന്ന് ചോദിച്ചാൽ ഈശോയാണ്. ഈശോയുടെ ആ നല്ല വേഷത്തിൽ ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ എൻ്റെ 2 കാൽപാദത്തിൻ്റെ ഡിസ്റ്റൻസിലാണ് ഈശോ ഇങ്ങോട്ട് എൻ്റെ മുമ്പിലേക്ക് നടന്നു വരുന്നത്. എനിക്കിന്നും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ അമ്മയെ ലോകത്തിന് കൈമാറിക്കൊണ്ട് എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഞാൻ വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മകന് കൊടുക്കുന്നു. എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. ഞാൻ 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ ഒരു 2 വർഷം മുന്നേ ആത്മീയപരമായിട്ട് എനിക്ക് കുറേ സ്ട്രഗിൾ ഞാൻ ലൈഫിൽ ഫേസ് ചെയ്തിരുന്നു. ആ ടൈമിൽ എനിക്ക് സൂയിസൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമാണ് നിലനിന്നത്. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. പക്ഷേ എല്ലാവരും 2-3 പേരും എൻ്റെ വീട്ടിൽ ഇത് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നു. എന്നും വിഷമം വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകത്തില്ല, വീടിൻ്റെ അകത്ത് തന്നെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ സമയത്ത് മമ്മി പുറത്ത് പള്ളിയിൽ വരുന്ന 2 അങ്കിൾമാരെടുത്ത് അവരുടെ വിഷമം പറയുമ്പോൾ അവർ പറയും ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് അവർ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത്. അങ്ങനെ ഒരു നാൾ 2-3 പേര് വന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ച സമയത്ത് ഒരു 1 hour എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ അവരോട് ഷെയർ ചെയ്തു എൻ്റെ പ്രോബ്ലംസ്. ഷെയർ ചെയ്തപ്പോൾ അവരെല്ലാവരും ഒറ്റയടിക്ക് പറയുന്നത് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക എന്നാണ്. അങ്ങനെ എല്ലാവരും പറയുന്ന അനുസരിച്ച് ഞാൻ 2022 ആദ്യം ഇവിടെ വന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ, പത്രം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ, ഈ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുമോ, ഈ കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. എനിക്കിത് പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിന്ന് തിരിച്ചു പോയപ്പോഴും എനിക്കിത് സെയിം പ്രശ്നങ്ങളായിട്ടാണ് വീണ്ടും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നപ്പം ഇവരെ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ഇവർ വീണ്ടും പറയുന്നത് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ കരുതി ഞാൻ മറ്റു മാർഗ്ഗങ്ങളിലും പോയിട്ടുണ്ട് ഈ വിഷയം ഒന്ന് മാറാൻ വേണ്ടി. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫസ്റ്റ് നാൾ തന്നെ നൈറ്റ് എനിക്ക് ഉറങ്ങുന്നതിന് മുന്നായിട്ട് എനിക്ക് നല്ല സ്മൈലിംഗ് ഉണ്ടായി. അത് എങ്ങനെ സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. നടന്ന സമയത്ത് എൻ്റെ അസ്വസ്ഥത ഒരു 5 minutes പെട്ടെന്ന് മാറിപ്പോയി. ഈ മാറ്റം എനിക്ക് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇത് ഞാൻ മമ്മിയുടെ ഷെയർ ചെയ്തു, പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരുടെ ഷെയർ ചെയ്തു. അവർ പറയുന്നത് നീ ഉടമ്പടിയിൽ നന്നായിട്ട് വിശ്വസിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക, നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ മുമ്പോട്ട് പോയതിന് ശേഷം ആ സെയിം പ്രശ്നങ്ങൾ വീണ്ടും എനിക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇവിടെ വന്നിട്ടും കാര്യമില്ലല്ലോ, ഒരു രക്ഷയും കിട്ടുന്നില്ലല്ലോ എന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ ഞാൻ ഈ ഫോളോ അപ്പ് ലേശം പിന്നിലേക്കാക്കി. അങ്ങനെ വന്നപ്പം വീണ്ടും അവരെ പ്രേയറിന് വിളിച്ചു. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഉടമ്പടി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞ് എനിക്കിപ്പം ന്യൂസ് പേപ്പറിന്ന് കൊണ്ടുകൊടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും മുടക്കരുത്, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. വീണ്ടും അവർ പറഞ്ഞു, നീ പുതുക്കി ഒരു 2-3 പ്രാവശ്യം പുതുക്കുമ്പോഴത്തേക്കും നല്ല ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് എന്തായാലും മറ്റ് ഓപ്ഷൻസ് എല്ലാം നോക്കിയോണ്ട് ഇതും കൂടെ അവസാനമായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് കരുതി ഞാൻ അതും നോക്കിയ സമയത്ത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ പുതുക്കിയ സമയത്ത് എൻ്റെ പ്രോബ്ലംസിൽ ഒരു 85% ചേഞ്ച് ഉണ്ടായി. അതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വീടിൻ്റെ പുറത്തിറങ്ങുന്നത്. ഇതുവരെ ഞാൻ ഈ പ്രശ്നം കാരണം വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല. ഫുൾ ടൈം ഞാൻ ചെറുപ്പം മുതൽ വീടിൻ്റെ അകത്ത് തന്നെയാണ്. അങ്ങനെ ഇപ്പം ഞാൻ വീണ്ടും സെക്കൻഡ് ടൈം പുതുക്കി, ഇപ്പം തേർഡ് ടൈം പുതുക്കി. എനിക്കിപ്പം ഈ തേർഡ് ടൈമിൽ വെച്ച് എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പോൾ ഒരു വിഷയവുമില്ല. ഇപ്പം ഞാൻ പലയിടത്തും യാത്ര ചെയ്യുന്നുണ്ട്, പല പാർട്ടീസിലും പോകുന്നുണ്ട്, ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെല്ലാം പോകുന്നുണ്ട്. അതിനായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മയും യേശുവിനും തന്ന രക്ഷയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എൻ്റെ ചെറിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന അറിയത്തില്ല. ചെറിയ പൈശാചികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് എന്നെ അലട്ടിയിരുന്നത്. അപ്പം ഈ പ്രശ്നങ്ങൾ മുഖാന്തരമാണ് എനിക്കിവിടെ പോകാൻ സാധിക്കാത്തത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഞാൻ പള്ളിയിലൊന്നും പോകത്തില്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഒരു സമയത്ത് ഞാൻ ബൈബിൾ സഹിതം എടുത്തെറിഞ്ഞിട്ടുണ്ട്, ജപമാല പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത സമയത്തൊക്കെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവസാനം ഞാൻ പള്ളിയിൽ പോകുന്നതിന് 2 ദിവസത്തിന് മുന്നേ ഈ ഒരു അച്ഛൻ എന്നെ വന്ന് കണ്ടായിരുന്നു. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ഛൻ കണ്ട സമയത്ത് എന്നോട് അച്ഛൻ ചോദിച്ചു, നീ ആലപ്പുഴ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് എടുത്തച്ഛാ, എങ്ങനെയാണ് അവിടെ പോകാൻ സാധിച്ചതെന്ന് ഉടമ്പടി എടുത്തതെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയുണ്ട് മോനെ ചേഞ്ച് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, എനിക്കിപ്പോൾ ഇത്ര നല്ല ചേഞ്ചുണ്ട്. ഞാൻ പള്ളിയിലെന്ന് ആദ്യമായിട്ട് ഞാൻ പോയ സമയത്താണ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെ ഇതുവരെ ഈ പരിസരത്ത് പോലും കണ്ടിട്ടില്ലല്ലോ എന്നാണ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചത്. അങ്ങനെ ഇപ്പം കറക്റ്റായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്, പ്രെയർ ഗ്രൂപ്പിലുണ്ട്, ചർച്ചിൻ്റെ കാര്യങ്ങളിലെല്ലാം നല്ല ആക്റ്റീവാണ്. അങ്ങനെ ഇപ്പം ഫുൾ ഹാപ്പി ആയിട്ട് സന്തോഷം മുമ്പോട്ട് പോകുന്നു. ഈ തന്ന അനുഗ്രഹത്തിന് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി. അമ്മയുടെ മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞതിൽ ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ഹണി. ഞാൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ദിയ. ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വഴിയാണ് ഞാനിവിടെ എത്തുന്നത്. ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകൾക്ക് ചെറുതിലെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ എപ്പോഴും തലവേദനയും തലകറക്കമൊക്കെ ആയിരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എപ്പോൾ എന്നെ വിളിക്കുമായിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ കണ്ണിൻ്റെ ഡോക്ടർ വന്നപ്പോൾ അവളെ ടെസ്റ്റ് അവർ നോക്കിയിട്ട് പറഞ്ഞു, മോൾക്ക് ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇവൾ ഒരു കണ്ണിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റേ കണ്ണ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് 99% കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്ക് ടെൻഷനായി. ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുർബാന കൂടിക്കഴിഞ്ഞപ്പോൾ മോളെന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിലൊരു കരട് പോയിട്ടുണ്ട്, അമ്മയൊന്ന് ഊതിത്തരാൻ പറഞ്ഞു. ഞാൻ ഇവളുടെ കണ്ണിലൊന്ന് ഊതിക്കൊടുത്തു. പിന്നെ ഇപ്പോൾ ഭയങ്കരമായി പെട്ടെന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കരയണ്ട, നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ, നിനക്ക് പിന്നെ മാതാവ് കാഴ്ച തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, എനിക്ക് ഈശോയും മാതാവിനെയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടീൻ്റെ കണ്ണിന് 99% കാഴ്ച പോയതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് ഒരു കണ്ണിൽ എക്സസൈസ് തരാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. മറ്റേ കണ്ണിൽ കൊണ്ട് മാത്രമേ അവൾ യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഒരു കണ്ണിൽ കൂടി മാത്രമേ അവൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോൾക്ക് ഇപ്പം ഞങ്ങളെ എല്ലാവരെയും വ്യക്തമായിട്ട് അവൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ നല്ലൊരു സാക്ഷ്യം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവൾ തന്നെ പറയും. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലായിരുന്നു. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുന്നുണ്ട്, അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് സഹായിക്കുന്ന വിധത്തിൽ എന്നെ സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മകൾക്കുണ്ടായ അനുഭവം എൻ്റെ മോള് തന്നെ പറയും. എൻ്റെ പേര് ദിയ. ഞാൻ 7th പഠിക്കുന്നു. അമ്മ മാതാവിന് ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. സാൻസ്ക്രിറ്റും ഹിന്ദിയും ആയിരുന്നു. അത്രയും ദിവസം അമ്മയായിരുന്നു എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അമ്മ പുറത്തു പോയപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാനും എൻ്റെ അനിയനായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അനിയനെ അവൻ കളിക്കുന്ന സൗണ്ട് കൊണ്ട് എനിക്ക് പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവനെ പുറത്തു വിട്ടു. ഞാൻ വാതിലടച്ചു. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു, പഠിക്കാനും കഴിയുന്നില്ലായിരുന്നു. ഞാൻ രൂപക്കൂടിൻ്റെ അടുത്ത് പോയി ഞാൻ മാതാവിനോട് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, വായിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കര ടഫാണ്,
എനിക്ക് മാതാവ് പറഞ്ഞു തരണം, എനിക്ക് ഒട്ടും പഠിക്കാൻ കഴിയുന്നില്ല, പഠിക്കാനുള്ള ബുദ്ധി തരണം എന്ന് പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ റൂമിലേക്ക് കയറിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രൂപക്കൂട്ടിലേക്ക് നോക്കിയപ്പം ഒരു കുഞ്ഞ് ഒരു തീപ്പാളം പോലെ താഴേക്ക് വീഴുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ഓടിച്ചേർന്നു. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിൽക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. മാതാവ് എന്നിട്ട് ഞാൻ മുട്ടുകുത്തി അവിടെ നിന്നു. മാതാവ് എൻ്റെ തലയിൽ തൊട്ട് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ തല ഫുള്ള് മാതാവിൻ്റെ കൈയായിരുന്നു. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. എനിക്ക് കയ്യും കാലൊക്കെ വിറത്ത് തണുത്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിന്ന് പോയായിരുന്നു. ഞാൻ വേഗം വാതിൽ തുറന്നു എൻ്റെ അനിയന് ഞാൻ പറഞ്ഞു. എൻ്റെ അനിയന് വേഗം പേടിച്ചു പോയി. പിന്നെ അമ്മേനെ വിളിച്ചു. അമ്മ വന്നു. അമ്മ വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ മാതാവിനെ കണ്ടത് മാതാവിൻ്റെ ഇവിടെ ഇരിക്കുന്ന ആ രൂപമല്ല, മാതാവിനെ പോലെ തന്നെയായിരുന്നു. പക്ഷേ ഡ്രസ്സിന് ഈ കളറല്ലായിരുന്നു, ഒരു റോസും വൈറ്റും ഒക്കെ ആയിരുന്ന ഒരു കളറായിരുന്നു. ഞാനങ്ങനെ അമ്മ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലായി. പിന്നെ ആ പരീക്ഷയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് ഉണ്ടായിരുന്നു. 25-ൽ 25, 24 അങ്ങനെയായിരുന്നു. സംസ്കൃതത്തിലും ഹിന്ദിയിലൊക്കെ മാർക്ക് ഉണ്ടായത്. അമ്മ മാതാവിന് ഈശോക്ക് ഞാൻ നന്ദി പറയുന്നു. അമ്മ മാതാവിനും 1000 1 കോടി നന്ദി. എൻ്റെ പേര് റിൻസി. ഞാൻ അബുദാബിയിൽ നിന്നും വരുന്നു. ഞാനിവിടെ നിൽക്കുന്നത് ന്യൂസിലൻഡിലേക്ക് എനിക്ക് ജോലി കിട്ടിയ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ ന്യൂസിലൻഡിൽ പോയി ക്യാപ്പ് എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സായതിനു ശേഷമാണ് നഴ്സുമാർക്ക് ജോലി കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം വരെ. അപ്പം ഞാൻ മെയ്യിൽ ക്യാപ്പ് ചെയ്തു വന്നു. ജൂൺ ആയപ്പോൾ എനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി. ജൂലൈ ഓഗസ്റ്റ് 2 മാസം ഫുള്ള് ഞാനിരുന്ന് അപ്ലൈ ചെയ്തു, ഒരു മിനിറ്റ് പോലും കളയാതെ. കാരണം എൻ്റെ പിള്ളേർക്ക് സ്കൂൾ അവധിയായിരുന്നു. ഫുള്ള് ഡ്യൂട്ടി കഴിഞ്ഞ് വരും, അപ്ലൈ ചെയ്യും, നൈറ്റ് ഫുൾ ഇരുന്ന് അപ്ലൈ ചെയ്യും, ഏർലി മോർണിംഗ് എഴുന്നേറ്റിരുന്ന് അപ്ലൈ ചെയ്യും. പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വന്നില്ല. അങ്ങനെ സെപ്റ്റംബറായി, എൻ്റെ പിള്ളേർക്ക് സ്കൂൾ തുറന്നു. എനിക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചീനെ അനിയത്തിനെ ഞാൻ വിളിച്ച് ഞാൻ ഡെയിലി കരയും. എനിക്ക് ഒന്നും ശരിയാകുന്നില്ല. ഈശോയ്ക്ക് എന്നെ വേണ്ടെന്ന് തോന്നുന്നു, മാതാവിന് എന്നെ വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് ചേച്ചി പറയും, നീ നന്മ നിറഞ്ഞ മറിയമ്മേ ഒരു 100 പ്രാവശ്യം ഇരുന്ന് ചൊല്ല്, നിനക്ക് അനുഗ്രഹം കിട്ടും. കൃപാസനം പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ പോയി ഉടമ്പടി എടുത്താൽ നിനക്ക് ഭയങ്കരമായിട്ട് അനുഗ്രഹം കിട്ടും. അങ്ങനെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും എൻ്റെ നല്ലവരായ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു തുടങ്ങി. കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു തുടങ്ങി. അനുജത്തിയും പറഞ്ഞു, ചേച്ചിയെ അറിയാവുന്ന അനു എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്, വാട്സപ്പ് ഗ്രൂപ്പുള്ള ആളാണ്. ഗ്രൂപ്പിൽ എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മെൻ്റലി പ്രിപ്പയർഡായി വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി. അങ്ങനെ സെപ്റ്റംബർ ലാസ്റ്റ് തൊട്ട് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം ഓഗസ്റ്റിൽ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്ത ഒരു എംപ്ലോയർ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അവരോട് ഒന്നും കൂടി ഒക്ടോബർ മാസത്തിൽ ഞാൻ അവരോട് ഒന്നും കൂടി ഞാൻ ചോദിക്കുകയാണ്, എനി അപ്ഡേറ്റ്? അവർ പറഞ്ഞു ഒന്നുമില്ല. ഒക്ടോബർ 28 ഒരു അപ്ഡേറ്റും വരാഞ്ഞപ്പം ഞാൻ ഒന്നും കൂടി മെസ്സേജ് ചെയ്തു, എനി അപ്ഡേറ്റ്? ഒന്നുമില്ല. അപ്പം അങ്ങനെ നവംബർ 5 എനിക്കൊരു അവധി ദിവസമായിരുന്നു. അപ്പം ഞാൻ നവംബർ 5-ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഇമെയിൽ തുറന്നപ്പോഴത്തേക്കിനും എനിക്ക് ഒരു ഇൻ്റർവ്യൂ അവിടെ നിന്ന് വന്ന് കിടക്കുകയാണ്. ആ സെയിം എംപ്ലോയറിന് തന്നെ, നിൻ്റെ CV ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നീ എന്നാണ് ഇൻ്റർവ്യൂവിന് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി. സെപ്റ്റംബർ 28-ാം തീയതി എല്ലാവരുടെയും പ്രേരണ പ്രകാരം, എൻ്റെ ചേച്ചിയുടെയും അനിയത്തിയുടെയും നല്ലവരായ ഫ്രണ്ട്സിൻ്റെയും പ്രേരണ പ്രകാരം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. മാതാവിനോട് പ്രാർത്ഥിക്കാനും തുടങ്ങിയിരുന്നു. അച്ഛൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും ഞാൻ യൂട്യൂബിൽ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. പിന്നെ സമയം ചിലപ്പോൾ പിള്ളേരുടെ സ്കൂളിൽ പോകാനുള്ള സമയവും രാവിലത്തെ കുക്കിങ്ങിൻ്റെ സമയവും ഒക്കെ എനിക്ക് പറ്റുന്നില്ലാത്ത സമയത്ത് ഞാൻ ഇച്ചിരി നീട്ടിവെച്ചാണെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ ഡെയിലി ചൊല്ലുമായിരുന്നു. അങ്ങനെ ചൊല്ലി എനിക്ക് നവംബർ 5 എനിക്ക് വരുവാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ നവംബർ 10 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നെക്സ്റ്റ്
ട്യൂസ്ഡേ ഞാൻ ഇവിടുത്തെ ധ്യാനം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ അവർ എന്നോട് പറയുവാണ്, യു പാസ്ഡ്, യു ആർ സെലക്റ്റഡ്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് ഒരു ഇതും വരുന്നില്ല, ഒരു അപ്ഡേറ്റും അവരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെയും ഞാൻ അനുചേച്ചിയായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് ഗ്രൂപ്പിൽ പറയുമായിരുന്നു, എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി, പക്ഷേ എനിക്ക് ഒരു അപ്ഡേറ്റും കിട്ടുന്നില്ല. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, വിശ്വാസം വെടിയരുത്, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വാസം കുറയുമ്പോൾ എപ്പോഴും ഞാൻ ഇവിടുത്തെ സാക്ഷ്യമെടുത്ത് കേൾക്കാൻ തുടങ്ങി. 1, 2, ചിലപ്പോൾ ഞാൻ 3 സാക്ഷ്യം വരെയും കേട്ട ദിവസങ്ങളുണ്ട്. അച്ഛൻ്റെ പഴയ വീഡിയോകൾ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച, വീണ്ടും അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ആ ചൊവ്വാഴ്ച എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായി. പേപ്പറുകൾ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിസ കിട്ടപ്പോഴും അവിടെ ഒരു തടസ്സമുണ്ട്. അവിടെ ഹോളിഡേ ആണ്. ഡിസംബർ ജനുവരി അവിടെ ഹോളിഡേ ആണ്. ജനുവരി 5th വരെ അവിടെ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഏജൻറ്റ് പറഞ്ഞു, നീ ലക്കി ആണെങ്കിൽ ഹോളിഡേക്ക് മുമ്പ് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മക്കളെ നോക്കാൻ വേണ്ടി അമ്മേനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് 3 മാസമാണ് റെസിഗ്നേഷൻ പീരീഡ്. അവിടെ എനിക്ക് പറയണം, 1 മന്തെങ്കിലും പറയണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മാതാവ് ധൈര്യം തരുവാണ്, നീ റെസിഗ്നേഷൻ ഇട്ടോ, നിനക്ക് കിട്ടും എന്ന് എന്നോട് മാതാവ് ഉള്ളിൽ പറയുകയാണ്. അങ്ങനെ ഞാൻ 1 മന്ത് റെസിഗ്നേഷൻ ഇട്ടു. അപ്പോഴൊക്കെയും അവരെന്നോട് ചോദിക്കാൻ തുടങ്ങി. എൻ്റെ മാനേജർ വരെയും എന്നോട് ചോദിച്ചു, നിനക്കിത് ഉറപ്പാണോ, നിനക്ക് വിസ വരുമെന്ന്. നീ വിസ വരുന്നതിൻ്റെ തലേദിവസം വന്ന് എന്നോട് ബൈ പറഞ്ഞാൽ മതി, എനിക്ക് ബൈ പോലും എനിക്ക് അതിനു മുമ്പ് പറയണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ജനുവരി അവരുടെ ഹോളിഡേ കഴിഞ്ഞ് അവർ 5th അവർ ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് വീക്ക് എനിക്ക് വിസ വരുവാണ്. അതും ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അത് മാതാവിൻ്റെ ഒരു കൃപയാലെ മാത്രമാണ്. നോട്ട് ബൈ മൈ മെറിറ്റ്, ഇറ്റ് ബൈ ഗ്രേസ്. ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എനിക്ക് വിസയും കിട്ടി. അങ്ങനെ ഞാൻ നാളെ ന്യൂസിലൻഡിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. പിന്നെ അതുകൂടാതെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ളത്, എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ OET എക്സാമിൻ്റെ വാലിഡിറ്റി 2 വർഷത്തിന് മുകളിലായിരുന്നു. അത് എക്സ്പയർഡ് ആയിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ OET എഴുതിയെടുക്കണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എക്സാം PT എഴുതിയെടുക്കണം. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കുറച്ച് സമയമേ ഉള്ളൂ, ഞാൻ ഇവിടുന്ന് എഴുതിയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നല്ലതായിരിക്കും. അവിടെ ചെന്ന് ജോലിയും കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പം എനിക്ക് ചിലപ്പോൾ എക്സാം പാസ്സാകാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാനും എനിക്ക് ഡിലേ വരും എന്ന് ഞാൻ ഓർത്തു. അപ്പം എന്നോട് മാതാവ് പറയുകയാണ്, നീ പഠിക്കാൻ തുടങ്ങ്. അങ്ങനെ ഞാൻ കോച്ചിങ് സെൻറ്ററിൽ 1 വീക്കിലേക്ക് ഞാൻ ഒരു കോച്ചിങ് ക്ലാസ് എടുക്കുകയാണ്. അങ്ങനെ കോച്ചിങ് ക്ലാസ് ഞാൻ എടുത്തു. ഞാൻ എക്സാമിന് ബുക്ക് ചെയ്ത സമയത്തും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, മാതാവേ എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരാഴ്ച മാത്രമേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. മോക്ക് ടെസ്റ്റ് ഞാൻ 3 എണ്ണം ചെയ്തു, എങ്കിലും പാസിനുള്ള മാർക്ക് എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്ത സമയത്തും ഞാൻ ബുക്ക് ചെയ്ത ഓൺലൈൻ പേപ്പറിലും സ്ക്രീനിലും തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. ഞാൻ എക്സാമിന് പോയി. ഫ്രൈഡേ ആയിരുന്നു എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കൂടെ തന്നെ എന്നെപ്പോലെ തന്നെ ജോലി കിട്ടാതെ നിൽക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ടിനോട്, എനിക്ക് സമയം ഉണ്ടായിരുന്നു, ഞാൻ ഒത്തിരി നേരത്തെയാണ് എക്സാം ഹാളിൽ ചെന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിതുപോലെ ജോലി കിട്ടി, നീയും കൃപാസനത്തിൽ ഒരു ഉടമ്പടി എടുക്കണം. മാതാവിന് അസാധ്യമായ ഒരു കാര്യവുമില്ല, നമുക്ക് സാധ്യമല്ലാത്തത് മാതാവിന് സാധ്യമാണ് എന്ന് അവളോട് പറയുകയുണ്ടായി. അപ്പോൾ അവളും ഒത്തിരി സന്തോഷമായി എന്നോട് ചോദിച്ചു, ഓൺലൈൻ ഉടമ്പടി എങ്ങനെ എടുക്കുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അങ്ങനെ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, മാതാവ് എന്നെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. എക്സാം ഭയങ്കര ടഫായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ പാസ്സായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് ഇത്രയും വിശ്വാസമുണ്ട്, നീ പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ മൺഡേ മോർണിംഗ് എനിക്ക് റിസൾട്ട് വരുവാണ്. എനിക്ക് പാസിംഗ് സ്കോർ 58 ആണ് വേണ്ടത്, പക്ഷേ എനിക്ക് 62 തന്ന് എന്നെ മാതാവ് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെയും എന്നെ മാതാവ് കൈപിടിച്ച് നടത്തി. അങ്ങനെ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് 1000 നന്ദി പറയുകയാണ്.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ കൊറിയറായിട്ട് പത്രം വരുത്തിച്ച് ഞാൻ പള്ളിയിൽ കൊണ്ട് ഞാൻ ഫാമിലി ആയിട്ട് നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളും ഹസ്ബൻഡുമായിട്ട് നിന്ന് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ എല്ലാ ശനിയാഴ്ചയും, അവിടെ ശനിയാഴ്ച ദിവസമാണ് മലയാളം മാസ്, അങ്ങനെ ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും മലയാളം കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന അന്നെല്ലാം എല്ലാ ശനിയാഴ്ചയും മുടക്കാതെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ക്ഷമിക്കുവാനുള്ള ഒരു ശീലം പണ്ടേ കുറച്ചുണ്ട്. എന്നാലും ഈ ഉടമ്പടിക്ക് ശേഷം കൂടുതലായി ആൾക്കാരോട് ക്ഷമിക്കുവാനും, അതുപോലെ എൻ്റെ ജൂനിയറായിട്ട് എൻ്റെ ജോലി സ്ഥലത്ത് വരുന്ന ആൾക്കാരോട് എനിക്കറിയാവുന്നതുപോലെ അവരെ പഠിപ്പിച്ചു കൊടുക്കുവാനും, കൂടുതൽ അവരെ കരുതുവാനും അവരെല്ലാം എന്നോട് പറയാറുണ്ട്, ചേച്ചി എനിക്ക് ചേച്ചിനോട് നിന്ന് പഠിച്ചാൽ മതി, ചേച്ചി പഠിപ്പിക്കുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുമെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ഒത്തിരി ഹാപ്പി ആകാറുണ്ട്. ഞാൻ അപ്പോഴും എന്നോട് തന്നെ ഞാൻ പറയും, എൻ്റെ മെറിറ്റൊന്നും അല്ല ഇത് ഈശോ മാതാവിൻ്റെ ഗ്രേസ് ആണ് എന്ന് പറയും. ഞാൻ അവരോടും പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, നല്ലപോലെ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് കിട്ടുന്ന രോഗികളെ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് നിങ്ങൾ നോക്കണം. പിന്നെ പ്രാർത്ഥന ഒരിക്കലും കൈവിടരുതെന്ന് എൻ്റെ ജൂനിയറായിട്ട് വരുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു കൊളീഗ് ഇതുപോലെ തന്നെ പ്രഗ്നൻസി 7th month ആയിരുന്നു. അപ്പം ഫ്ലൂയിഡ് ലോ ആയിട്ട് അവൾക്ക് അബോർഷൻ വേണോ എന്ന് പോലും ഡോക്ടർ ചോദിച്ച ഒരു സമയമുണ്ട്. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവളോട് പറയുകയുണ്ടായി. എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ലഭിച്ചു. നീ ഒരിക്കലും അബോർട്ട് ചെയ്യരുത് കുഞ്ഞിനെ, നീ ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പൂർണ്ണ വളർച്ചയിൽ ആ കുഞ്ഞിനെ നിനക്ക് പ്രസവിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവൾ 8th month കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് മന്ത് ഡെലിവറി ഡേറ്റ് ആണ്. ഇപ്പം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് എനിക്ക് അവൾ തരുവാണ്, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു, നിനക്ക് പൂർണ്ണമായും ആ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുകയാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവ് അനുഗ്രഹം നൽകി. അതാണ് ഇതുവരെ എൻ്റെ സാക്ഷ്യം. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 3 വർഷത്തെ എൻ്റെ കാത്തിരിപ്പിന് ഫലം നൽകിയതിനെക്കുറിച്ച് ഞാൻ നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മാതാവിനോടും ഈശോയോടും പറഞ്ഞാൽ തീരത്തില്ല. 2022 ഞാൻ GNM നേഴ്സിംഗ് പാസ്സായി. പക്ഷേ ഈ GNM നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജർമ്മൻ ഭാഷ പഠിച്ച് എനിക്ക് ജർമ്മനിക്ക് പോകണമെന്ന്. കാരണം എൻ്റെ വീട്ടിൽ അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ്. 10-15 ലക്ഷം രൂപ കടമുണ്ട്, ഒരാളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഇത് ഇത്രയും പഠിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം എന്നെനിക്കറിയത്തില്ല. GNM പാസ്സായി എന്ന് മാത്രമേ ഉള്ളൂ. പപ്പ പറയുന്നത് നീ ഉടനെ ജോലിക്ക് എവിടെയെങ്കിലും കയറണം. ജർമ്മൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് 2 ലക്ഷം രൂപയോളം വരും ഇതിന് ചിലവ്. അതിനൊന്നും കഴിയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് പപ്പ പറഞ്ഞു നീ ജോലിക്ക് കയറിക്കോ. അങ്ങനെ ഞാൻ മിംസ് ആശുപത്രിയിൽ കോഴിക്കോട് ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഈ സാലറി കൊണ്ടൊന്നും എൻ്റെ കടം തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് വിദേശത്ത് പോകണം, അതും ജർമ്മനിക്ക് തന്നെ പോകണം. അതെൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. ഇത് അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ അമ്മ പറഞ്ഞു നീ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, നീ കൃപാസനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, പ്രഭാത പ്രാർത്ഥന, അത് നീ 9 ദിവസം കൂടാൻ പറഞ്ഞു. ഞാൻ ഈ 9 ദിവസം രാവിലെ എണീറ്റ് 5:30 എണീറ്റ് ഈ കൃപാസന പ്രാർത്ഥന കൂടും. അന്നൊരു കൃപാസനത്തിൻ്റെ ഒരു ആപ്പും ഉണ്ട്. ആ ആപ്പിൽ ഞാൻ നിയോഗമായും ഇത് എഴുതിയിടും. അങ്ങനെ 2023 9 ദിവസം പ്രാർത്ഥന കഴിഞ്ഞില്ല. അതിനു മുമ്പ് എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് പറഞ്ഞു, എടി നമ്മുടെ ഒരു കസിൻ അച്ഛൻ ജർമ്മനിക്ക് ഇങ്ങനെ പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ട്, അതും ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്, അക്കോമഡേഷനും എല്ലാം ഫ്രീ ആണ്, നീ ഒന്ന് അച്ഛനോട് ചെന്ന് ചോദിച്ചു നോക്കാൻ. എനിക്ക് ഈ അച്ഛനെ അറിയില്ല, എൻ്റെ കസിനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ അച്ഛനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനായി പോയതാ. അങ്ങനെ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് ചെല്ലുവാണ്, അച്ഛ എനിക്കിങ്ങനെ ജർമ്മൻ ഭാഷ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യാമെന്ന് ചോദിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞു BSc-ക്കാരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ, GNM-കാരെ കൊണ്ടുപോകില്ല, BSc-ക്കാരെ മാത്രമേ കൊണ്ടുപോകുന്നതെന്ന്. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് പപ്പേനോട് പറഞ്ഞു, പപ്പേ ഞാൻ പോസ്റ്റ് BSc എടുക്കുക, ഞാൻ ജോലി ചെയ്യുന്ന പൈസയും കൊണ്ട് ഞാൻ പോസ്റ്റ് BSc എടുത്തോളാം, ഒരു പൈസ പോലും പപ്പ മുടക്കണ്ടേ, എന്നെ ഒന്ന് പഠിപ്പിക്കുമോ പപ്പേന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തോ, കടം തീർക്കണം, നിനക്കറിയാമല്ലോ നിൻ്റെ അനിയത്തിയും ഇങ്ങനെ നിൽക്കുവാന്ന്. അങ്ങനെ ഞാൻ
പോസ്റ്റ് വിസിക്ക് ഡേറ്റ് എടുത്തു. പിന്നെയും അമ്മ പറയുക, നീ ഒന്നും കൂടി പ്രാർത്ഥിച്ചു നോക്ക്, നടക്കും, ഇത് നടന്നിരിക്കും, മാതാവിൽ നീ വിശ്വസിക്കുക, നീ ജനിച്ച് വളർന്നത് മാതാവിൻ്റെ ഒപ്പമല്ലേ, നിനക്ക് സാധിച്ചു കിട്ടും. പിന്നെയും ഞാൻ കൃപാസനത്തിൻ്റെ പ്രഭാത പ്രാർത്ഥന തുടങ്ങി. പ്രഭാത പ്രാർത്ഥന ചൊല്ലി 2ാമത്തെ ദിവസമായപ്പോൾ ഈ അച്ഛൻ തന്നെ എന്നെ തിരിച്ചു വിളിക്കുവാണ്. നീ പോസ്റ്റ് വിസ എടുത്തു എന്നറിഞ്ഞല്ലോ, നീ വന്ന് 2 വർഷം, നീ ഡിസ്റ്റൻ്റ് ആയല്ലേ എടുക്കുന്നത്, 2 വർഷം ഇവിടെ വന്ന് ജർമ്മൻ പഠിക്കുക, പോസ്റ്റ് വിസ കഴിയുമ്പോഴേക്കും ജർമ്മൻ ഭാഷ പാസ്സായ കഴിയുന്ന പാഠം നിനക്ക് വിദേശത്ത് പോകാമെന്ന്. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അത്ഭുതം. കാരണം ഈ അച്ഛനെ എനിക്കറിയത്തില്ല, ഈ അച്ഛന് ഒരാവശ്യമില്ല എന്നെ കൊണ്ടുപോകണമെന്നും പിന്നെ ജർമ്മൻ പഠിപ്പിക്കണമെന്നും ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്നൊന്നും. പക്ഷെ അച്ഛൻ ഇങ്ങോട്ട് വന്ന് പറയുവാണ്, നിന്നെ കൊണ്ടുപോയിക്കോളാം, നീ വന്ന് കയറിക്കോ എന്ന് പറഞ്ഞ്. ഈ 2 വർഷം അങ്ങനെ ഞാൻ അവിടുത്തെ ജോലി നിർത്തി. ഞാൻ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി വന്ന് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി. ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറിയതിന് ശേഷമാണ് ഞാൻ 2022 ഡിസംബർ 29 ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി. 2024 ഞാൻ പഠിത്തം കഴിഞ്ഞ് 2024 ഞാൻ വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുക്കും. ആദ്യത്തെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടിയേക്കുന്നത്. 1 മാസമൊക്കെ അങ്ങനെ പോയി. പിന്നെ ഞാൻ വചനം വായിക്കൽ 1/2 മണിക്കൂർ, 1/4 മണിക്കൂറായി, 1/4 മണിക്കൂർ 10 മിനിറ്റായി. വചനം വായിക്കൽ പുറകോട്ട് വന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, അതൊക്കെ നടക്കും. പക്ഷേ പ്രാർത്ഥനയിൽ ഞാൻ പുറകോട്ടാണ്. പലപ്പോഴും 5:30 എണീറ്റ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ എണീക്കുന്ന എപ്പോഴും അപ്പം പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ആയി മാറി. ഞാൻ ഉഴപ്പിത്തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ എക്സാം ഗോവയിൽ ചെന്ന് എഴുതുവാണ്. 4 മൊഡ്യൂളും ഞാൻ എടുത്തു. 4 മൊഡ്യൂളും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പോയി എഴുതുന്നതാണ്. എക്സാം ഫീസ് അവർ തരില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ പോയി ഞാൻ ഗോവയിൽ ചെന്ന് എക്സാം എഴുതി. റിസൾട്ട് വന്നു. ഞാനും വേറൊരു കൊച്ചും അല്ലാതെ ബാക്കി എല്ലാവർക്കും 3-4 മൊഡ്യൂൾ കിട്ടി. എനിക്കും ആ ഒരു കൊച്ചിനും അല്ലാതെ ബാക്കി എല്ലാവർക്കും കിട്ടി. എന്നെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിരുന്നു. കാരണം അത്യാവശ്യം ഞാൻ പറയും, അത്യാവശ്യം എഴുതാനും പെറുക്കാനൊക്കെ അറിയാം. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് തോറ്റു എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പോസ്റ്റ് വിസിക്ക് പോയി. അതോടുകൂടി എനിക്ക് കൃപാസനത്തോടുള്ളൊരു വിശ്വാസം അങ്ങ് കുറഞ്ഞു. എന്തായാലും മാതാവിനെ അറിയുന്നതല്ലേ, എന്നിട്ടും എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു എന്നായിരുന്നു. കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് വിസി കഴിഞ്ഞ് ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, നീ പിന്നെയും പോകണം, നീ ആദ്യം ചെയ്ത ഉടമ്പടി നീ മോശമായിട്ടാണ് ചെയ്തത്, നീ തിരിച്ചു വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിച്ച് മാതാവിനോട് മാപ്പ് അപേക്ഷിച്ച് ചെന്ന് പരീക്ഷ എഴുതി നോക്കാൻ. അങ്ങനെ പിന്നെയും ഞാൻ തിരിച്ചു വന്നു, എൻ്റെ ഉടമ്പടി പുതുക്കി. ഞാൻ ചെന്ന് കയറുകയല്ല, അടുത്ത ഒരു മൊഡ്യൂളിന് വേണ്ടി പിന്നെ എനിക്ക് ഗോവയിൽ തന്നെ കിട്ടി. അതൊരു അത്ഭുതം തന്നെ. ഞാൻ തോറ്റയിടത്തേക്ക് തന്നെ പോകുക, അതെനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. എന്നിട്ട് ഞാൻ പോയി മാതാവിനെ മാത്രം മനസ്സിൽ വിചാരിച്ചാൽ പോകുന്നത്. അവിടെ ചെന്നു പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം എളുപ്പം, വായിച്ചിട്ടെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനെല്ലാം അറ്റൻഡ് ചെയ്തു, തിരിച്ചു പോന്നു. അമ്മേനോട് പറഞ്ഞു, അമ്മ ഈ പരീക്ഷ എനിക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, നീ നിന്നിൽ ആശ്രയിച്ചതുകൊണ്ടാണ് നീ തോറ്റതായിരുന്നത്, ഇനി നീ മാതാവിൽ ആശ്രയിച്ച് എഴുതി നോക്ക്, നീ പാസ്സാകും. അങ്ങനെ റിസൾട്ട് വന്നു, ഞാൻ അതിന് പാസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്, എനിക്ക് വായിച്ചാൽ മനസ്സിലാവും, എല്ലാം എനിക്ക് പറ്റും. പിന്നെ ഞാൻ മാതാവിൽ പ്രാർത്ഥനയുണ്ട്, പ്രഭാത പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചെല്ലും. പക്ഷെ ഞാൻ ഉഴപ്പിത്തുടങ്ങി. എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഞാൻ വരുത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. അങ്ങനെ പിന്നെ എനിക്ക് എന്ത് ചെയ്തിട്ടും ഡേറ്റ് കിട്ടുന്നില്ല, പിന്നെ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലെ രോഗം, അമ്മയും പപ്പയും കിടപ്പിലായ പോലെ 2 പേർക്കും ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ വിമിഷ്ടത്തിലായി. പപ്പ പറഞ്ഞു, ഇനി പഠിത്തം നിർത്തി, ഇനി പൈസയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ പിന്നെ ഞാൻ ഇനി നിർത്തിയില്ല, എൻ്റെ ആഗ്രഹം പകുതിയിൽ വെച്ച് നിൽക്കുമല്ലോ. ഞാൻ പിന്നെയും മാതാവിനോട് പറയുക, മാതാവേ ഞാൻ തെറ്റ് ചെയ്തു, എനിക്കറിയാം, ഉഴപ്പിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ ബലഹീനത മനസ്സിലാക്കണം, എൻ്റെ ബലഹീനതയിലാണ് ഈശോയുടെ കരം വെളിപ്പെടുന്നതെന്ന് എനിക്കറിയാം, എൻ്റെ ബലഹീനതയാണ് ഞാൻ പാപം ചെയ്തു പോവുക എന്നത്, എന്നോട് ക്ഷമിക്കണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശത്ത് നിന്നുള്ള ഒരച്ഛൻ വിദേശത്തു നിന്നുള്ള അച്ഛൻ എന്നെ വിളിക്കുവാണ്. ആകെ എനിക്ക് 2-3 തവണ ആ അച്ഛനോട് മിണ്ടിയിട്ട് പോലും ഉള്ളൂ. ആ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ദിവ്യ, ഞാനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിൻ്റെ മുഖമാണ് കാണുന്നത്, എന്താ ഇത്ര സങ്കടം?
അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ പപ്പയും അമ്മയും കിടപ്പിലായി, എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്, പഠിത്തം നിർത്താനാണ് പറയുന്നത്, പക്ഷേ ഇതെൻ്റെ വലിയൊരാഗ്രഹം, എന്താ ചെയ്യുക അച്ഛാന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോൾ ഓൺലൈനിൽ കയറിയിട്ട് എവിടെയാണ് ഡേറ്റ് കിട്ടുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ആകെ ഹ്യൂറിൻ്റെ ഡേറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഓപ്പൺ അല്ല. ഞാനിത് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അതിന് വരുന്ന ചിലവെല്ലാം ഞാൻ വഹിച്ചോളാം, നീ ഡേറ്റ് എടുത്തോളാം പറഞ്ഞു. ഞാൻ ഡേറ്റ് എടുത്തു, പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് എന്നാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് അന്ന് തുടങ്ങി എനിക്ക് കിട്ടുന്ന പേപ്പറിൻ്റെ മുകളിൽ കുരിശ് വരയ്ക്കുന്ന പോലെ എൻ്റെ നെറ്റ് തടത്തിൽ ഞാൻ എപ്പോഴും ഇവിടുത്തെ തൈലം തൊട്ട് കുരിശ് വരയ്ക്കുമായിരുന്നു. പോയി എക്സാം എഴുതി, ഞാൻ അതിനും പാസ്സായി. 3 ദിവസം കൊണ്ട് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അടുത്തത് അതേപോലെ തന്നെ അടുത്ത മൊഡ്യൂൾ കിട്ടണം. ഞാൻ അടുത്ത മൊഡ്യൂളിന് പോകുകയാണ്. എനിക്ക് കൊൽക്കത്തയിൽ ഡേറ്റ് കിട്ടി. അതും ഇങ്ങനെ പിന്നെ എന്താ ഒരച്ഛൻ വഴി തന്നെ എന്നെ സഹായിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ഇനി എന്തായാലും ഉഴപ്പരുത്, നീ പഠിച്ചോ, നിനക്ക് കിട്ടും. ഞാൻ പോയി കൊൽക്കത്തയിൽ എക്സാം എഴുതി. അതായത് സ്പീക്കിങ് എനിക്ക് പാടായിരുന്നു, റൈറ്റിങ് എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ സ്പീക്കിങ്ങിന് പാസ്സായി, റൈറ്റിങ്ങിന് ഞാൻ ഫെയിലായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? പപ്പ പറയുന്നത് നിർത്തുന്ന. കാരണം ഇത് എത്ര പൈസയാണ് മുടക്കുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് മാത്രം പോരല്ലോ, യാത്രാ ചെലവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പപ്പ പറയുന്നത് നീ നിർത്തിക്കോ, ഇത് പറ്റില്ല, അനീത്തിനെയും പഠിപ്പിക്കണം, വേറെ വഴിയൊന്നുമില്ല. കഴിഞ്ഞ് ഞാൻ പിന്നെയും വന്ന് എന്ത് ചെയ്യും മാതാവേ, എനിക്കൊരു വഴി കാണിച്ചാ. ഈ സമയത്തൊന്നും ഞാൻ പുതുക്കുന്നില്ല, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കിയിട്ടേ ഇല്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ പുതുക്കുന്നേ ഇല്ല ഉടമ്പടി. എനിക്ക് പിന്നെ ഡേറ്റ് കിട്ടി, 4 സ്ഥലങ്ങളിൽ ഡേറ്റ് കിട്ടി. ഞാൻ 4 എക്സാം എഴുതി, ഞാൻ 4 തോറ്റു. പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടി 11-നും 12-നും എൻ്റെ റിസൾട്ട് വന്നു. 11-നും 12-നും ഞാൻ തോറ്റു. അങ്ങനെ 7 തവണ ഞാൻ റൈറ്റിങ്ങിന് തോറ്റു. ഇതിൽ കൂടുതൽ ഒരാൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഞാൻ ആകെ തകർന്നു പോയി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണം ഉറപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായി, ഇതിൻ്റെ പേരിൽ വഴക്കായി, ബഹളമായി. കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, സങ്കടമാണ്, പൈസ ഒന്നുമില്ല, എല്ലാം കെട്ടുതാലി വരെ ഊരി വെച്ചിട്ട് എന്നെ പഠിപ്പിക്കാൻ വിടുന്നത്. അങ്ങനെയുള്ളപ്പോൾ നിർത്താൻ പറയുന്നതിന് ഞാനൊരു ഇതും പറയില്ല. അങ്ങനെ ഞാൻ പിന്നെ അമ്മ പറഞ്ഞു, നീ ഒന്നും കൂടി ഉടമ്പടി പുതുക്കുക. പപ്പ പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കാനൊന്നും പോകണ്ട. അമ്മ പറഞ്ഞു, ചേട്ടായി ഒന്നും കൂടി നോക്കി, ഇവളുടെ ഭാഗത്ത് എന്തോ തെറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇവൾ പോയി പുതുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പായിട്ടും കിട്ടും, 100% ഉറപ്പ്. ഞാൻ തിരിച്ചിവിടെ വന്നു. മാതാവിനോട് ഇവിടെ ഇരുന്ന ഞാൻ കരയുന്നത്, കരഞ്ഞ് ഒരു ഉച്ച വരെ ഞാൻ കരഞ്ഞു. മാതാവേ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇനി ചെയ്തോളൂ, ഇനി ഞാൻ ഉഴപ്പില്ല, 100% ഉഴപ്പില്ല, ഇത് ഞാൻ വാക്ക് തരുന്നതാണ്. ഇവിടെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ എടുത്തു. അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നെ ഒന്ന് നോക്കി. അപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം. അച്ഛൻ എന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് ഞാൻ പാസ്സാകൂ എന്നായിരിക്കും അച്ഛൻ നോക്കിയതിൻ്റെ അർത്ഥം എന്നും പറഞ്ഞ് ഞാൻ പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ ഡേറ്റ് സെപ്റ്റംബർ മാസം അവസാനമായി ഡേറ്റ് കിട്ടുള്ളൂ. ഞാനാണെങ്കിൽ ജൂലൈയിൽ കഴിഞ്ഞിട്ട് നിൽക്കുക, എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുക. ഇനി ഒരു എക്സാം എടുക്കണമെങ്കിൽ ഞാൻ സെപ്റ്റംബറിൽ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതായത് ഫെബ്രുവരിയിൽ ഇൻടേക്കിന് എനിക്ക് പോകാൻ പറ്റില്ല. ഒരു ഇൻടേക്കിൽ 15 പേരെ കൊണ്ടുള്ളൂ. അപ്പോൾ അതിന് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. 3 വർഷം കഴിഞ്ഞു ഈ ജർമ്മൻ ഭാഷയുടെ പുറകെ പോയിട്ട്. അപ്പോൾ ഇനിയും താമസിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക? സെപ്റ്റംബറിലെ ഡേറ്റ് ഉള്ളൂ. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരു ഡേറ്റ് എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിച്ചതാ മാതാവേ. അങ്ങനെ തിരുവനന്തപുരത്ത് ഇവിടുന്ന് ഇതെടുത്ത് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് റീഓപ്പണായി. അതിൽ ഒരേ ഒരാൾക്ക്, ഞങ്ങൾ കുറേ പേര് വെച്ച്, പക്ഷെ ഒരേ ആൾക്ക്, അതെനിക്ക് മാത്രം അവിടെ സീറ്റ് കിട്ടി. ഞാൻ ജൂലൈ 26-ന്, സെപ്റ്റംബറിൽ എഴുതേണ്ട ഞാൻ ജൂലൈ 26-ന് എക്സാം എഴുതാൻ പോവുക. ഈ എക്സാം എഴുതാൻ പോകുന്ന വഴിക്ക് ഈ കൃപാസനത്തിൻ്റെ മുന്നിൽ കൂടെ ബസ് പോകുന്നത്. എനിക്കറിയില്ല കൃപാസനത്തിൻ്റെ മുന്നിൽ കൂടെ ബസ് പോകുന്നതെന്നൊന്നും. പക്ഷേ കൃപാസനം എത്താറായി കഴിഞ്ഞപ്പോൾ ഈ കണ്ടക്ടർ വിളിച്ച് പറയുകയാണ്, കൃപാസനത്തിൽ ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ ഇറങ്ങിക്കോ എന്ന്. ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ആകെ ആ മുന്നിലെ മാതാവിന് മാത്രം എനിക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഉറപ്പാണ്, 100% ഉറപ്പാണ് ഞാൻ പാസ്സാകും, 100%. കാരണം മാതാവിനെ കാണാൻ പറ്റിയിട്ടല്ല ഞാൻ പോകുന്നത്. അന്നാണ് എൻ്റെ എക്സാം, ഉറപ്പായിട്ടും ഞാൻ ജയിക്കും. അങ്ങനെ ഞാൻ പോയി പരീക്ഷ എഴുതി. പരീക്ഷേൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല കോൺഫിഡൻസാണ്, കാരണം ഞാൻ നന്നായി എഴുതുന്നുണ്ട്, ഒരക്ഷരത്തെറ്റ് പോലും ഇല്ല. എനിക്ക് 100% ഉറപ്പാണ് ഞാനിത് പാസ്സാവും. ചോദ്യമൊക്കെ വായിച്ചിട്ട് 1-2 പിടി കിട്ടുന്നില്ല, പക്ഷെ ഞാൻ എഴുതും. പക്ഷെ മാതാവ് പറയുന്ന, ഉള്ളിലിരുന്ന് മാതാവ് തന്നെയാണ് അത് പറഞ്ഞത്. മാതാവ് പറയാണ്, നീ എഴുതിയത് വെട്ടിക്കോ. നിങ്ങൾക്കറിയാം, ജർമ്മൻ എഴുതിയവർക്കറിയായിരിക്കും,
ഒരു പരീക്ഷ പേപ്പറിൽ ഒരു കുത്തോ പോയിൻ്റോ നമ്മൾ വെട്ടുകയോ പറക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ടും തോക്കുന്നു, 100% ഉറപ്പാണ്. അത്രയും ക്ലിയറായി എഴുതിയിട്ട് ഒരു തെറ്റുപോലും ഇല്ലാതെ എഴുതിയിട്ട് 45 മാർക്കോട് കൂടി ഞാൻ തോറ്റവളാണ്. അങ്ങനെയുള്ളപ്പം മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും തോക്കും, 100% ഉറപ്പ്. ഞാൻ എന്നിട്ടും മാതാവിന് വിട്ടുകൊടുത്തു. എന്തായാലും മാതാവ് പറയുന്നതല്ലേ. ആ സമയത്തൊക്കെ ഭയങ്കര എൻ്റെ മുല്ലപ്പൂവിൻ്റെ മണമാട്ടോ, ഭയങ്കര മുല്ലപ്പൂ. എൻ്റെ അടുത്ത് എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതെല്ലാം വെട്ടി ഞാൻ പിന്നെ എഴുതി. ഞാൻ ഇറങ്ങിയ പാടെ പപ്പേനോട് പറഞ്ഞു, പപ്പ ഞാൻ തോക്കും കേട്ടോ, ഇതിന് ഞാൻ തോക്കും, പപ്പ എന്നോടൊന്നും പറയരുത്, ഞാൻ പഠിത്തം നിർത്തി, ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറിക്കോളാം എന്നും പറഞ്ഞു ഞാൻ വീട്ടിൽ വരുന്നത്. 41 ദിവസമാണ് തിരുവനന്തപുരത്തെ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ. എന്നോട് പപ്പ പറയണം വീട്ടിൽ. അപ്പോഴേക്കും പപ്പ തുടങ്ങി, നീ ജോലിക്ക് കയറി, നീ നോക്കുന്നില്ല ജോലിക്ക് വിളിച്ചു ചോദിക്കുന്നു, ആരോടൊക്കെ വിളിച്ചു ചോദിക്കുന്നു, ജോലി പിന്നെ കൊച്ചിനിങ്ങനെ ഒരു ജോലി ശരിയാക്കി കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒട്ടും സഹി കെട്ടു. അപ്പോഴേ ഞാൻ അമ്മേനോട് പറയുന്നു, അമ്മയൊന്ന് പെട്ടെന്ന് റിസൾട്ട് വന്നില്ലെങ്കിൽ എന്നെ എവിടെയെങ്കിലും പിടിച്ച് കയറ്റും, എനിക്ക് വേറെ വഴിയില്ല. 41 ദിവസം കൊണ്ട് വരേണ്ട റിസൾട്ട് അന്ന് ആദ്യമായിട്ട് 24 ദിവസം കൊണ്ട് വന്നു. വൈകുന്നേരം റിസൾട്ട് നോക്കുമ്പോൾ ഞാൻ പാസ്സായി. ഞാൻ എങ്ങനെ പറയണമെന്ന് അറിയില്ല. അങ്ങനെ വെട്ടി എഴുതിയ സംഭവം എങ്ങനെ പാസ്സാക്കി തന്നു എനിക്കറിയത്തില്ല, എങ്ങനെ പാസ്സാക്കിയെന്ന്. പക്ഷെ ഞാൻ അവിടെ കയറുമ്പോൾ ഒന്നും നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ പാസ്പോർട്ടും ഹാൾ ടിക്കറ്റും മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പേന പോലും അവരാ തരുന്നത്. അങ്ങനെയുള്ളപ്പം നമ്മുടെ ശരീരം മുഴുവൻ പരിശോധിക്കും. ഒരു ലേഡി അവിടെ നിന്ന് നമ്മുടെ ശരീരം പരിശോധിക്കും. ഞാൻ എങ്ങനെയാണെങ്കിലും ആ ഉപ്പ് തൈലം ഞാൻ തലയിലും നെറ്റിയിലും നന്നായി തൊടും. അപ്പോൾ എനിക്ക് ആ തൈലം എന്തായാലും കയറുമ്പോൾ തൊടാൻ പറ്റും. ഉപ്പ് ഞാൻ എപ്പോഴും ജീൻസ് ഇടും. അപ്പോൾ കുഞ്ഞി പോക്കറ്റുണ്ട്, ആ കുഞ്ഞി പോക്കറ്റിൽ ഇച്ചിരി എടുത്തിടും. പിന്നെ ആ കാശുരൂപവും കയറ്റണം, എനിക്ക് നിർബന്ധമാണ് കാശുരൂപം കയറ്റണം. അങ്ങനെ ഞാൻ ജീൻസ് കെട്ടുന്ന ബെൽറ്റിൻ്റെ അടിയിൽ ജീൻസും ബെൽറ്റുമായിട്ടൊരു ഇതാക്കി അതിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് ഞാൻ കയറി പരീക്ഷ എഴുതുന്ന സമയത്ത് വയറുവേദനയാകുന്ന പോലെ ഞാൻ എൻ്റെ വയറ് ഞെക്കിപ്പിടിക്കും. അപ്പോൾ അവർ കാണുന്നവരോർക്കും വയറുവേദനയായിട്ടായിരിക്കും ആ കൊച്ച് ഞെക്കിപ്പിടിക്കുന്നതെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ മാതാവിനെ പിടിക്കുന്നതാണ്. അങ്ങനെ എഴുതിയ എക്സാമാണത്. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എഴുതിയ പരീക്ഷ. അതിൽ പാസ്സാക്കിയത് ഉറപ്പായിട്ടും മാതാവ്, അല്ലാതെ ഞാൻ അതിലൊരിക്കലും ജയിക്കത്തില്ല, 100% ഉറപ്പ്. എൻ്റെ ഭാഗത്തുനിന്ന് അയോഗ്യതകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള എന്നെ ജയിപ്പിക്കണമെങ്കിൽ മാതാവിനെ കഴിയത്തുള്ളൂ. അങ്ങനെ ഞാൻ 4 മൊഡ്യൂളും പാസ്സായി. എന്നാലും ഫെബ്രുവരിയിൽ ഇൻടേക്കിന് പോകണമെങ്കിൽ ബഷേഡ് എന്ന് പറയുന്ന ഒന്ന് വരണം. അവിടെ നിന്ന് വരേണ്ട ഒരിതാ. എൻ്റെ ഇത് മാത്രം വന്നില്ല. എൻ്റെ പുറകെ ജയിച്ചവരും മുന്നേ ജയിച്ചവരും എല്ലാവർക്കും ബഷേഡ് വന്നു, എനിക്ക് മാത്രം ബഷേഡില്ല. അപ്പം ഉറപ്പായി ഇനി അടുത്ത ഇന്ത്യക്കാരും പോകാൻ പറ്റില്ല. അപ്പം അമ്മ പറയാണ്, ഒക്ടോബർ മാസം ജപമാല മാസമാണ്, നീ മാതാവിനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കും, നിനക്ക് കിട്ടും. ഞാൻ ചെമ്പേരി അഖണ്ഡ ജപമാലയ്ക്ക് 30-ാം തീയതി കൂടിയും 30-ാം തീയതി ഞാൻ അഖണ്ഡ ജപമാലയിൽ ഇത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അത് ലൂർദ് മാതാവിൻ്റെ പള്ളിയാണെങ്കിലും ഞാൻ കൃപാസന മാതാവേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അമ്മ പറഞ്ഞു, ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, ഇന്ന് മാതാവ് നിനക്ക് തന്നിരിക്കും ബഷേഡ്. അന്ന് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ജപമാല റാലി പങ്കെടുക്കുകയാണ്. ഇവിടുത്തെ ജപമാല റാലി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ വീടിൻ്റെ അവിടെയുള്ള ജപമാല റാലി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ബഷേഡ് വന്നു. ഉടനെ തന്നെ പിന്നീട് എല്ലാം സ്പീഡിപ്പിലായിരുന്നു. എങ്ങനെ പറയുക, കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ടായിരുന്നു എൻ്റെ വിസ വരുന്നത്, പിറക്കുന്ന എല്ലാം കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിസയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പേപ്പർ കൊണ്ട് ഇവിടുന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒരു സൈനോ കുത്തോ ഒന്നും നീ ഇടണ്ട, എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നീ എന്ത് ചെയ്യുക, വിസയ്ക്ക് ചെന്നാൽ മതിയെന്ന്. വിസയ്ക്ക് ചെന്ന് ഇരിക്കുമ്പോൾ അവരെന്നോട് പറയുകയാണ്, കോൺട്രാക്റ്റ് ഞാൻ സൈൻ ചെയ്യേണ്ടെന്ന്, അത് ഞങ്ങളല്ല ഇടിയിപ്പിക്കേണ്ട, നിങ്ങളുടെ അവർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇടണ്ടെന്ന്. അങ്ങനെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കാതെ എൻ്റെ പേപ്പറെല്ലാം അവർ മേടിച്ചു വെച്ചു. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഇടവക അച്ഛനെയും കൊണ്ട് എൻ്റെ പാസ്പോർട്ടും വിസയ്ക്കുള്ള സകല സാധനങ്ങളും അച്ഛനെയും കൊണ്ട് വെഞ്ചരിച്ചായിരുന്നു. അതേപോലെ ഉപ്പ്, എൻ്റെ പാസ്പോർട്ടിൻ്റെ ഓരോ പേജിലും ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു. ഓരോ പേജിലും ഞാൻ ഇവിടുത്തെ തൈലം വെച്ച് കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, നീ ആ കോൺട്രാക്റ്റ് സൈൻ ഇട്ടോ അല്ലെങ്കിൽ നിൻ്റെ വിസ റിജക്റ്റ് ആവുന്നത്. പക്ഷെ ഞാനിത് കേൾക്കുന്നില്ല, ഞാൻ അവോയ്ഡ് ചെയ്തു. ഞാൻ എല്ലാവരും അവരെ കെട്ടിയെല്ലാം അവരെടുത്തു. അത് കഴിഞ്ഞിട്ട് ബയോമെട്രിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഞാനൊന്ന് എൻ്റെ പേപ്പർ നോക്കിക്കോട്ടെ, ഞാൻ ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. സാർ എന്നോട് നോക്കിയിട്ട് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് സാർ ഒന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറേ എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ടെൻഷനില്ല, ഇത് വിസ റിജക്റ്റ് ആയിപ്പോയി, എനിക്ക് സഹിക്കില്ല സാറേ, ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. ആ സാറ്
ആ സാറ് എൻ്റെ പേപ്പർ നോക്കി സകല ഇത് നോക്കി കോൺട്രാക്റ്റിൽ എന്നെ സൈൻ ചെയ്യിപ്പിച്ചു. വേറെയും പല സ്ഥലങ്ങളിലും സൈൻ ചെയ്യാനുണ്ടായിരുന്നു, അതിലെല്ലാം സൈൻ ചെയ്യിപ്പിച്ച് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 6-ാം തീയതി എനിക്കൊരു തെളിവ് വരണം, 8-ാം തീയതി എൻ്റെ വിസ എനിക്ക് അടിച്ചു കിട്ടണം, 6-ാം തീയതി എനിക്കെൻ്റെ നിൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. 8-ാം തീയതി വൈകിട്ട് 5 മണിയായപ്പോൾ എൻ്റെ വിസ അടിച്ച് എൻ്റെ കൈ കിട്ടി. അത് കഴിഞ്ഞ് ഫെബ്രുവരി പകുതിക്ക് ശേഷം പോകുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ പോകുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയോളം മേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. കടമായിട്ടാണ് മേടിക്കുന്നത്. അപ്പം തിരിച്ചു കൊടുക്കണം. ഈ പകുതിക്ക് ശേഷം പോകുന്ന എനിക്ക് എങ്ങനെ അവളുടെ കടം വീട്ടാൻ പറ്റും? വീട്ടിലേക്ക് വയ്ക്കാൻ പറ്റില്ല, കടവും വീട്ടാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, മാതാവിനോട് പറഞ്ഞായിരുന്നു, എന്നെ ഫെബ്രുവരിയിൽ ആദ്യം ഒന്ന് കൊണ്ടുപോകും മാതാവ് പ്ലീസ്, വേറെ വഴിയില്ലാഞ്ഞിട്ടാ. കഴിഞ്ഞ ആഴ്ച അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും വിസ കിട്ടിയല്ലോ, അതുകൊണ്ട് ഫെബ്രുവരി ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കുവാണ്. ഈ ഞായറാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഇനി ഞാൻ കാരുണ്യപ്രവൃത്തിയായി ചെയ്തത്, എനിക്ക് കാരുണ്യപ്രവൃത്തിയായിട്ട് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന്, ഞാൻ പഠിക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത്, ഈ ഓൺലൈനിലൊക്കെ ആയിട്ട് കാണിക്കും, ഈ രോഗിയായിട്ട് കിടക്കുന്ന ആൾക്കാരെ സഹായിക്കുമെന്ന്. അതിലേക്കൊക്കെ എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ സ്വരൂപിച്ച് വെച്ച് അതിലേക്ക് അയക്കുമായിരുന്നു. അതേപോലെ ഞാൻ എന്നേക്കാൾ കഴിവില്ലാതെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഞാൻ നോട്ട് എഴുതിയും അവരായിട്ട് പറയുന്ന കേട്ടൊക്കെ അവരെ തിരുത്തിയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. അതേപോലെ എല്ലാ മാസവും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന അർപ്പിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇതേവരെ ഞാനൊരു കുർബാന അർപ്പിച്ചിട്ടില്ല. പക്ഷേ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാ മാസവും ഓരോ കുർബാന അർപ്പിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പോസ്റ്റ് ബി സി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകെ 3 ക്രിസ്ത്യാനികളേ ഉള്ളൂ. ബാക്കി ആർക്കും ഈശോനെയും മാതാവിനെ കുറിച്ച് അറിയില്ലാത്തവരായിരുന്നു. അവരോടൊക്കെ ഞാൻ ഈശോനെയും മാതാവിനെയും ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിൽ പലരും ഇവിടെ വന്നിട്ട് ഉടമ്പടി വരെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പത്രം വിൽക്കുമായിരുന്നു, രോഗികളെ സന്ദർശിക്കും, അവരെ കുളിപ്പിക്കുമായിരുന്നു. ഇതേപോലെ എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വചനം ഉണ്ടായിരുന്നു. ആ വചനമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ഏശയ്യാ 60:2, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിൻ്റെ മേലൊതുക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ഈ വചനം സത്യമായ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്നെപ്പോലെ പഠിക്കുന്നവരും ജർമ്മൻ ഭാഷയോ അല്ലെങ്കിൽ വേറെ ഏത് വിഷയം പഠിക്കുന്നവരോടും പറയുവാണ്, ഒരു ദിവസം നിങ്ങളിവിടെ സമയമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ സന്നിധിയിൽ ഉരുകി പ്രാർത്ഥിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. കാരണം എനിക്ക് പറ്റില്ല. 11 എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷങ്ങൾ മുടങ്ങിയെന്നറിയോ? എങ്ങനെ ഒരു പൈസ എടുക്കാനില്ലാത്ത എൻ്റെ വീട്ടുകാർ 11 എക്സാമിന് എന്നെ വിടുക, ഞാൻ പാസ്സാവുക, ഞാൻ ജർമ്മനിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് ഈ നിൽക്കുന്ന മാതാവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഒരു സങ്കടമുണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചോ, ഉറപ്പായിട്ട് നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും കരയേറ്റുന്നു. ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എനിക്ക് വന്ന് സാക്ഷ്യം പറയുവാൻ മാതാവ്, കൃപാസന മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആ വലിയ കൃപയോർത്ത് അളവറ്റ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയം കരയേറ്റുകയാണ്. എൻ്റെ പേര് രാജീവ് വർഗീസ്. ഞാൻ വരുന്നത് കൊടിനാട്ടുകുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവാംഗമാണ്. ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് കാനഡയിലാണ്. ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ വഴിയും എൻ്റെ ഫ്രണ്ട്സ് വഴിയും പിന്നെ യൂട്യൂബ് വഴിയുമാണ് ഞാൻ അറിയുന്നത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് വളരെ കാലത്തിന് ശേഷമാണ് എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് മാസം 31-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് രജിസ്റ്റേർഡ് നേഴ്സിന് ഉള്ള ഒരു എക്സാം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉടമ്പടിക്ക് മുമ്പായിട്ട് ഞാൻ ആ പരീക്ഷ എഴുതി. പക്ഷേ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പോസ്റ്റിലുള്ള പരീക്ഷ ഞാൻ എഴുതുന്നത്. അതിന് പറയുന്ന പേര് എൻക്ലക്സ് RN എന്നാണ് എക്സാമിൻ്റെ പേര്. അത് നല്ല ടഫുള്ള എക്സാമാണ്. ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് നല്ല പനിയായിരുന്നു. ആ പനിയും അതുപോലെ തന്നെ എനിക്ക് ശരിക്കും പഠിക്കാനും പറ്റിയില്ല. പക്ഷേ ഞാൻ പരീക്ഷാ സമയത്ത് പോയപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഞാൻ മാതാവിൻ്റെ വെഞ്ചരിച്ച കാശ് രൂപം കൊണ്ടാണ് ഞാൻ പോയത്. ആ കാശ് രൂപം വെച്ച് ഞാൻ പോയി പരീക്ഷ എഴുതി. എനിക്ക് ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ പരീക്ഷ എഴുതി അത്രയും പോലും നല്ലതായിട്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് നന്നായിട്ടറിയാം.
പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാകുകയാണ് ഉണ്ടായത്. അതിന് മാതാവിന് കോടാനുകോടി നന്ദി സ്തുതിയും കരയറ്റുന്നു. പിന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞാൻ ആ സമയത്ത് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആ സമയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. എല്ലാവരും പാസ്സായി എല്ലാ സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു റെസ്യൂമികളൊക്കെയും ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചു നേരിട്ട് മാതാവിൻ്റെ കാശ് രൂപവും പിടിച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ അവിടെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ മാനേജർ എനിക്ക് ഞാൻ റെസ്യൂമി കൊടുക്കുന്നതിന് മുമ്പായിട്ട് മാതാവിൻ്റെ ഇവിടുന്ന് പ്രാർത്ഥിച്ച ഉടമ്പടി തൈലം ഞാൻ ആ റെസ്യൂമിയിൽ ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ആ മാനേജറെ കൊടുത്തത്. അവർക്ക് എന്നോട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് തോന്നിയത്. എനിക്ക് തന്നെ അതിശയം തോന്നി. ഞാൻ അതിന് സെക്കൻഡ് ഡേയിൽ അവർ ഇൻ്റർവ്യൂവിന് സെറ്റപ്പ് ആക്കുകയും എന്നെ പെട്ടെന്ന് അവർ അവിടെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടുത്തെ അക്യൂട്ട് കെയർ എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ അവിടെ 6 മാസം വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമാണ് എനിക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം ആയി കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം കോവർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വർക്ക് ചെയ്ത് അതിനുശേഷം ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് എൻ്റെ കോവർക്കേഴ്സിന് കിട്ടുന്നത്. അവരെന്നെ എൻ്റെ ടെമ്പററി പൊസിഷനിലാണ് ഞാൻ കയറിയെങ്കിലും അവരെന്നെ അവിടുന്ന് വിടത്തേ ഇല്ലായിരുന്നു. അവരെന്നെ മാക്സിമം അവിടെ ജോലി ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അവിടുന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് എനിക്ക് പൊസിഷൻ കിട്ടി. ഇപ്പോൾ ഞാൻ പെർമനൻറ്റ് പൊസിഷനിൽ നല്ലൊരു സ്ഥലത്ത്, മുമ്പത്തേനേക്കാട്ടിലും നല്ല സ്ഥലത്ത് തന്നെ എനിക്ക് നല്ല കോവർക്കേഴ്സ് ഉള്ള സ്ഥലത്ത് എനിക്ക് വർക്ക് ചെയ്യുവാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു നിയോഗം ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിരുന്നത്, എനിക്ക് അവിടെ കാനഡയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചത് അത് അക്ഷരം പ്രതി എനിക്ക് മാതാവ് ബ്ലെസ്സിങ് ചെയ്ത് തരികയാണ് ഉണ്ടായത്. കാരണം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഹൈവേയിൽ കൂടെ തന്നെ ഡ്രൈവ് പോകുന്ന സ്ഥലമാണ്. അപ്പം ഡ്രൈവ് ചെയ്ത് മാതാവ് എന്നെ വളരെ നല്ല രീതിയിൽ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുവാൻ മാതാവ് എനിക്കൊരു അനുഗ്രഹം തന്നിരിക്കുകയാണ്. പിന്നെ എനിക്കുണ്ടായ വേറൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാനത് ഉടമ്പടിയിൽ വെക്കാത്ത ഒരു അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെ ഇടത് കാലിൽ ഒരു നാരങ്ങ വലിപ്പത്തിൽ എപ്പോഴും ചൊറിഞ്ഞു പൊട്ടി ഒരു എല്ലാ വർഷവും ഒരേ സീസണൽ ആയിട്ടുള്ള ഒരു ഡിസീസ് പോലെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പണ്ടുള്ള ചെരുപ്പിട്ട് അലർജി ആയിട്ടാണ് എനിക്കിത് വന്നിരുന്നത്. ഏകദേശം 10-12 വർഷത്തോളമായിട്ട് എനിക്കത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വരും, പിന്നെ എന്തെങ്കിലും ഡോക്ടറെ കാണും, സ്റ്റീറോയിഡിൻ്റെ ആപ്ലിക്കേഷൻ ഒരു ക്രീം തേച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പോകും. വീണ്ടും ഇത് പിന്നെയും അപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ എല്ലാ വർഷവും ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ചെരുപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ചെരുപ്പ് മാറ്റുന്നു, സോക്സ് മാറ്റുന്നു. എന്നിട്ടും ഇത് കുറച്ച് നാളത്തേക്ക് വരും, പിന്നെയും ഇത് പോകും, പിന്നെയും വരും. ഇതെനിക്കൊരു ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് തുടങ്ങി. ഞാൻ വെഞ്ചരിച്ച ഉടമ്പടി തൈലം ഞാൻ ആ മുറിവേൽ പുരട്ടിയതിന് ശേഷം പിന്നെ ഞാൻ അതിൻ്റെ കാര്യമേ വിട്ടുപോയി. ഇങ്ങനെ ഒരു ചൊറിച്ചിലുള്ളതായിട്ട് പോലും എനിക്ക് പിന്നെ ഫീൽ ചെയ്തില്ല. പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചറിയുന്നത് മാതാവ് എന്നെ സൗഖ്യമാക്കിയ വിവരം. ഇത് ഞാൻ ഉടമ്പടി വെക്കാത്ത ഒരു സൗഖ്യമാണ് മാതാവ് എനിക്ക് തന്നത്. പിന്നെ എനിക്ക് ലഭിച്ച വേറൊരു സൗഖ്യം എന്ന് പറയുന്നത് ഇതും ഉടമ്പടിയിൽ വെക്കാത്തതാണ്. എൻ്റെ ചെവിയുടെ സൈഡിലായിട്ട് ഒരു മറുകുണ്ടായിരുന്നു. ഈ മറുക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചൊറിയും, അതിൻ്റെ സ്കാബ് മുകളിലത്തെ തൊലി ഇങ്ങനെ അടന്നു വരും. പിന്നെയും അത് വലുതൊന്നുമല്ല, ചെറുതാണ്. പക്ഷേ അത് എപ്പോഴും ഇങ്ങനെ വരുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ കൈ അങ്ങോട്ട് പോകും, ചൊറിയും. ഇതായിരുന്നു പരിപാടി. അത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും എനിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടില്ല. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ചൊറിച്ചിൽ തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു പേടിയും തോന്നി, എന്താണ് ഈ മറുക് ഇങ്ങനെ വരുന്നത്, അങ്ങനെ ഡോക്ടറെ കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി തൈലം ഞാൻ ഈ മറുകയിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യമേ ഞാനും മറന്നുപോയി. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തപ്പി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ ഇങ്ങനെ ഒരു മറുക് എനിക്കിവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അതിൻ്റെ പാട് പോലും ഇല്ലാതെ ആ മറുക് അവിടെ നിന്ന് മാറുകയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫുഡ് ഡൊണേഷന് ഞാൻ കാനഡയിൽ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന സ്റ്റോറുകളിൽ, ഗ്രോസറി മേടിക്കുന്ന സ്റ്റോറുകളിൽ ഫുഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു പാക്കറ്റുകൾ അവിടെ വെച്ചേക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കണ്ടെയ്നർ വെച്ചേക്കും. ഞാൻ അതിൻ്റെ അകത്ത് ഞങ്ങൾ ഫുഡ് മേടിക്കുമ്പോൾ ഒരു അംശം അതിൻ്റെ അകത്ത് കൊണ്ട് ഞങ്ങൾ ഫുഡ് മേടിക്കുന്ന സമയത്തെല്ലാം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പിന്നെ പാവങ്ങളായിട്ട് തോന്നുന്നവർക്ക് ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു. ഇത് രണ്ടുമാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ആത്മീയ കാര്യത്തിൽ എനിക്ക് വളർച്ച ലഭിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഒരു കൊന്ത ചെല്ലും. തിരിച്ചു വരുമ്പോൾ ഞാൻ 2 കൊന്ത ചെല്ലിയാണ് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം അതിനുള്ള സമയം എനിക്കുണ്ട്. 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് ഒരു കൊന്ത ചെല്ലും. അങ്ങനെ 4 കൊന്ത ഒരു ദിവസം ചെല്ലുവാൻ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. കാരണം കൊന്ത ചെല്ലാനുള്ള മടുപ്പ് മാറ്റിക്കിട്ടി. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകൾ ഒരു ദിവസം പോലും മുടക്കാതെ എനിക്ക് കൂട്ടമായിട്ടിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമുള്ള കൃപ ലഭിച്ചു. ഇതൊക്കെയാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന്, കൃപാസന മാതാവിന് ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും